ഹായ് ഹലോ എല്ലാവർക്കും എജിആർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് സോപ്പുകളായിട്ടാണ് വന്നിരിക്കുന്നത്. ഒട്ടും സോപ്പ് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ബിഗിനറൊക്കെ ആയിട്ടുള്ള കൂട്ടുകാർക്കുള്ളൊരു ഡൗട്ടാണ്, സോപ്പിന് കട്ടിയില്ലാത്തത് എന്തുകൊണ്ടാണ്, സോപ്പിൻ്റെ അളവ് എന്തോരം എടുക്കണം, അതുപോലെ തന്നെ പത ഉണ്ടാവാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചേർക്കണോ, ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ ഇരിക്കുന്ന ഐറ്റംസ് കണ്ടോ, ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത് വന്നിരിക്കുന്നത് മഞ്ചിഷ്ട, വേമ്പാലപ്പട്ട, അതുപോലെ തന്നെ രാമച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മഞ്ചിഷ്ട എന്ന് പറയുന്നത്. മഞ്ചിഷ്ട മാത്രം വെച്ചിട്ടുള്ള സോപ്പ് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് വേമ്പാലപ്പട്ടയാണ്. ഈ ഒരു വേമ്പാലപ്പട്ടയുടെ ഓയിൽ വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് രാമച്ചാണ്. ഈ ഒരു 3 ഐറ്റമാണ് കേട്ടോ നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഈ 3 ഐറ്റങ്ങളും നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 3 ഐറ്റം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ DM വാട്ടറാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. മിനറലൈസർ വാട്ടർ അല്ലെങ്കിൽ അയോണൈസർ വാട്ടർ എന്ന് പറയും. സാധാ വാട്ടർ അല്ല, സാധാ വാട്ടറിൽ നിന്നുള്ള മിനറൽസും അയൺസും എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ് DM വാട്ടർ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് കൂട്ടുകാർ ചോദിക്കാറുള്ളതാണ്, നമ്മളിപ്പോൾ ബാറ്ററിയിൽ ഒഴിക്കുന്ന ആ ഒരു വാട്ടർ ഇതുപോലത്തെ സോപ്പ്, ഷാമ്പു, ഫേസ് വാഷ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാമോ എന്നുള്ളത്. ആ ഒരു വാട്ടർ നമ്മൾ ഇതുപോലെ കോസ്മെറ്റിക്സിൻ്റെ ഐറ്റംസ് ഒന്നും ചെയ്യുമ്പോൾ യൂസ് ആക്കരുത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ആ ഒരു വാട്ടർ അടുപ്പത്ത് വെച്ച് ഇത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വെള്ളം വറ്റി വരേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ കളറൊക്കെ നന്നായിട്ട് ആ ഒരു DM വാട്ടറിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു വാട്ടർ. ഇത് അങ്ങനെ വറ്റി ഇത്രയാണ് നമുക്ക് ആ ഒരു വാട്ടർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ തിളയ്ക്കുന്ന സമയത്ത് രാമച്ചത്തിൻ്റെയൊക്കെ നല്ല സ്മെല്ലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാട്ടർ എന്തായാലും തണുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ് കേട്ടോ. ഒരു 500 ഗ്രാമിൻ്റെ അടുത്താണ് നമ്മൾ ബേസ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് 500 ഗ്രാം അല്ല കേട്ടോ, ഒരു 20 ഗ്രാം കൂടുതൽ എടുത്തിട്ടുണ്ട്. ചെറിയൊരു സാമ്പിൾ സോപ്പും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു 20 ഗ്രാം കൂടുതൽ എടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വേണം കേട്ടോ മുറിച്ചെടുക്കാനായിട്ട്, പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബേസ് എന്തായാലും മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ നമ്മുടെ ആ ഒരു ബേസ് വരുന്നത്. ഇനി ഇത് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് നമുക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ വെള്ളമൊക്കെ ഓൾറെഡി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടായിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബേസും കൂടെ കൂടിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്ന ടൈമിൽ കറക്റ്റ് ഗ്രാം ബേസ് എടുക്കാതെ കുറച്ചധികം കൂടുതൽ എടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പാത്രത്തിലും സ്പൂണിലൊക്കെ ഒട്ടിപ്പിടിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ, നമുക്ക് അതിലോട്ട് വേണ്ടിയിട്ടുള്ള മിക്സിംഗ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു വാട്ടർ, മഞ്ചിഷ്ടയും വെട്ടിവേരും അതുപോലെ തന്നെ വേമ്പാലപ്പട്ടയൊക്കെ വെച്ചിട്ടുള്ളത്. ഒരു 500 ഗ്രാം ബേസിലേക്കുള്ള മെഷർമെൻ്റ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ വെയ്റ്റ് മെഷീനും അതിന് മുകളിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വാട്ടർ ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 20 ഗ്രാം ആണ് കേട്ടോ നമ്മുടെ ആ ഒരു മഞ്ചിഷ്ടയും വേമ്പാലപ്പട്ടയും രാമച്ചൊക്കെ വെച്ചിട്ടുള്ള ഒരു വാട്ടർ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ അതിലോട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അലോവേരയുടെ ജെല്ലാണ് വരുന്നത്. ഇതിൽ നമ്മൾ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ, കാർബോമർ വെച്ചിട്ട്. ജെല്ല് ഒരു 3 ഗ്രാമിൻ്റെ അടുത്താണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജെല്ല് ആഡ് ചെയ്തതിന് ശേഷം ഇനി അടുത്തതായിട്ട് ചേർക്കുന്നതെന്ന് പറയുന്നത് വെജ് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ബേസാണ് എങ്കിൽ കൂടി ഒരു കുറച്ച് ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്ലിസറിൻ നമ്മളൊരു 2 ഗ്രാമാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേർക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. ഓയിൽ 1 ഗ്രാമിൻ്റെ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ടോട്ടൽ ഒരു 26 ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. 1 ഗ്രാം കൂടുതലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മളിനി നല്ല രീതിയിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു അലോവേരയുടെ ജെല്ലും വൈറ്റമിൻ ഇയും വെജ് ഗ്ലിസറിനും അതുപോലെ തന്നെ നമ്മുടെ ഒരു വാട്ടറും എല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതുപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മിക്സാക്കി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അങ്ങനെ മിക്സിങ് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് മോൾഡും എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഓവൽ ഷേപ്പിലുള്ള മോൾഡാണ്, 100 ഗ്രാമാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഇതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ഒരു ബേസ് നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെൽറ്റായിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കൂട്ടും കൂട്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞ് പതവന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു നമ്മളെടുത്തിരിക്കുന്ന വാട്ടറിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ.
ഇതിൽ നമ്മൾ എക്സ്ട്രാ കളറ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ആ ഒരു മഞ്ചിഷ്ടയും വേമ്പാലപ്പട്ടയും രാമച്ചത്തിൻ്റെയും കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കുകയാണ്. വാങ്ങി വെച്ചിട്ട് നമുക്കിതിലോട്ട് സ്മെല്ലിന് വേണമെങ്കിൽ നമുക്ക് ഫ്രാഗ്രൻസ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മസ്കിൻ്റെ ഫ്രാഗ്രൻസ് ഒരു 12.5 ml അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രാഗ്രൻസും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ മോൾഡിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സമയം പോകുന്തോറും നമ്മുടെ ആ ഒരു മിക്സ് പെട്ടെന്ന് കട്ട് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഞാനൊരു സാമ്പിൾ സോപ്പിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് നമ്മളിതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ സ്പൂൺ ഉപയോഗിക്കണം എന്താണെന്ന് നമ്മുടെ അടുത്ത് മുന്നേയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇങ്ങനെ കുത്തി ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പതവന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പൂൺ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. മഞ്ചിഷ്ടയാണെങ്കിലും വേമ്പാലപ്പട്ടയാണെങ്കിലും അതുപോലെ തന്നെ രാമച്ചയ്ക്കാണെങ്കിലും നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. മഞ്ചിഷ്ടയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ മുഖക്കുരു എന്നതിൻ്റെ കറുത്ത പാടുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ സ്കിൻ നല്ല ഗ്ലോ ഒക്കെ ചെയ്യാനായിട്ട് നല്ലതൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു വെട്ടിവേരിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എക്സസ് ആയിട്ടുള്ള ഓയിൽസൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. മുഖക്കുരു എന്നതിൻ്റെ പാടുകൾ റെഡ്യൂസ് ചെയ്യുന്നു. സ്കിൻ നല്ല ഗ്ലോ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വേമ്പാലപ്പട്ടയിൽ ആൻറ്റി മൈക്രോബയൽ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ എക്സിമ, സോറിയാസ് അതുപോലെ തന്നെ പുഴുക്കടി പോലുള്ള പ്രശ്നങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിൻ നല്ല ഗ്ലോ ഒക്കെ ചെയ്യാനായിട്ടും ഈ ഒരു വേമ്പാലപ്പട്ട നമുക്ക് യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു വേമ്പാലപ്പട്ടനെ തവിട്ട് വേമ്പാട അല്ലെങ്കിൽ ദിനേശവല്ലി എന്നൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ ഒരു മിക്സ് മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. 5 ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു സോപ്പിൻ്റെ മുകളിൽ വരുന്ന പദം നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് റബ്ബിംഗ് ആൽക്കഹോളാണ് യൂസ് ആക്കുന്നത്. ഇത് ഓപ്ഷണൽ മാത്രമാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റാവുന്നതാണ് കേട്ടോ. സ്പൂൺ ഉപയോഗിച്ച് മാറ്റുമ്പോൾ നമ്മുടെ ഒരു സോപ്പിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് ഞാൻ അൺമോൾഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ഒരു സോപ്പ് സെറ്റ് ആയതിനു ശേഷം കാണിച്ചു തരാം കേട്ടോ. അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് സെറ്റായതിനു ശേഷമാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി നമുക്ക് ഓരോ സോപ്പും അൺമോൾഡ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഓരോ സോപ്പും കിട്ടിയേക്കണേ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ സോപ്പ് ഇവിടെ അൺമോൾഡ് ചെയ്യുകയാണ്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ സെറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു സോപ്പ് വന്നിരിക്കുന്നത്. ഒരു ഹണിയുടെ ഒക്കെ കളറിലാണ് കേട്ടോ നമ്മുടെ ഒരു സോപ്പ് കിട്ടിയേക്കണത്. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ മഞ്ചിഷ്ടം മാത്രം വെച്ചിട്ട് ചെയ്തപ്പോൾ ഒരു റെഡ് വൈൻ കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു ഹണിയുടെ ഒക്കെ കളറിലാണ് നമ്മുടെ ഒരു സോപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ നമ്മൾ എല്ലാ സോപ്പും ഇവിടെ അൺമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സോപ്പും നല്ല രീതിയിൽ നല്ല തിക്നെസ്സോട് കൂടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആവുക, അതുപോലെ തന്നെ എടുക്കുന്ന ബേസ് നല്ല ക്വാളിറ്റി ഉണ്ടാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റും നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ സോപ്പിന് പത ഉണ്ടാവാനായിട്ട് അങ്ങനെ എക്സ്ട്രാ കാര്യങ്ങൾ അങ്ങനെയൊന്നും ആഡ് ചെയ്യാറില്ല. എടുക്കുന്ന ബേസ് നല്ല ക്വാളിറ്റി ഉണ്ടായാൽ മതി കേട്ടോ. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ സോപ്പൊക്കെ അൺമോൾഡ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏത് രീതിയിലാണ് കവർ ചെയ്ത് വെക്കുന്നത് ആ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ചാണ് എല്ലാ സോപ്പും കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കവർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ അതിന് ശേഷം സ്റ്റിക്കർ ഒട്ടിച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിലാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കാറ്. പിന്നെ നമ്മൾ സോപ്പിൻ്റെ pH കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം മിക്ക കൂട്ടുകാർക്കുള്ളൊരു ഡൗട്ടാണ് സോപ്പിന് പതയുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയ ആ ഒരു സാമ്പിൾ സോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സോപ്പ് ഇത് കുറച്ച് നമ്മുടെ കയ്യിലെടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ കാണുള്ളൂ കേട്ടോ സോപ്പിൻ്റെ പതയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പതയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഷെൽഫ് ലൈഫ് ഏകദേശം ഒരു 3 മാസത്തിൽ കൂടുതലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പ് വരുന്നത്. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ്, ലിപ് ബാം, ഫേസ് വാഷ്, ഷാമ്പു ബേസ് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗ്ലിസറിൻ ബേസിലുള്ള സോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. കോള് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ. മെയിനായിട്ട് നമ്മൾ പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.